ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ പുതിയ ചിത്രമായിട്ടുള്ള നേര്. ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ശാന്തി തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിച്ചിട്ടുള്ളതും ജിത്തു ജോസഫിനെ. സോ ആ ഒരു സിനിമ ഫുൾ കോർട്ട് റൂം ഡ്രാമ, ഇമോഷണൽ ഡ്രാമ എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കാം. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഒരു കോർട്ട് റൂം ഡ്രാമ, ഒരു 80% ഈ ഒരു സിനിമ ഇതിനകത്ത് തന്നെ, അതായത് കോടതിക്കുള്ളിൽ തന്നെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അത് പോരാതെ നമ്മുടെ മോഹൻലാലിന്റെ വീടായിട്ട് കാണിച്ചിട്ടുള്ള ആ ഒരു സംഭവം, നമ്മുടെ വരിക്കാശ്ശേരി മന ഒഴിവാക്കിയിട്ട് വേറൊരു ടിപ്പിക്കൽ ഒരു സാധനം, ഒരു ടിപ്പിക്കൽ ഒരു വീടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കുറച്ച് ഓഫീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള ആ ഒരാളുടെ വീട് കാര്യങ്ങൾ, വളരെ കുറച്ച് സ്പോട്ടുകൾ മാത്രമാണ് ഇതിൽ കോടതി അല്ലാതെ ഒരു ചിത്രീകരിച്ചിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് വലിയ ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഇങ്ങനെ പറന്ന് ഡ്രോൺ ഷോട്ടുകൾ അല്ലെങ്കിൽ അതൊരു ഗിമ്മിക്സും കാണിക്കേണ്ട യാതൊരു സംഭവങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തില്ല. ഫുൾ ഇമോഷണൽ സെറ്റപ്പാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന രണ്ട് പ്രധാന ഘടകം എന്ന് പറയുന്നത്, ഒന്ന് അനശ്വര രാജന്റെ പെർഫോമൻസ് ആണ്. എനിക്ക് ലൈഫ് ടൈമിൽ അനശ്വര അഭിനയിച്ച സിനിമകളിൽ അവരുടെ ആ ഒരു ആക്ട്രസിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു ഇമോഷണൽ ഡ്രാമ 2.5 മണിക്കൂർ അവതരിപ്പിച്ച് നമ്മളെ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ഗിമ്മിക്സ് ഒന്നും കാണിക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. സോ അതിന് ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവച്ചിട്ടുള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്ററിക്കൽ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യത്തിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ദൃശ്യമായിട്ട് കമ്പയർ ചെയ്യല്ല ഈ ഒരു സിനിമ, പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര രീതിയിൽ നമ്മളെ ഇമോഷണലി പിടിച്ചിരുത്തുന്ന ഒരു സാധനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൊടുത്ത റോളുകൾ എല്ലാവരും അത്യാവശ്യം നല്ല വെടിപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വില്ലൻ ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു പയ്യൻ, ആള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷിന്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള ആ ഒരു ലേഡി, എസ്പെഷ്യലി സിദ്ദിഖാൻ പ്രിയാമണി ഒക്കെ അത്യാവശ്യം ഗംഭീരമായിട്ട്, എനിക്കൊരു പക്ഷേ സിദ്ദിഖിന്റെ വാദങ്ങളിലുള്ള ആ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മോഹൻലാലിന്റെ 1-2 സീൻസ് കയ്യടി അർഹിക്കുന്ന രീതിക്കുള്ള പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ റിയാക്ഷൻസ്, എല്ലാവരുടെയും മുഖത്ത് വരുന്ന റിയാക്ഷൻസ് അതിഗംഭീരമായിട്ട് തന്നെ ജിത്തു അത് ക്യാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു, മൾട്ടി ക്യാം വെച്ചിട്ടൊക്കെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ആ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു സിനിമയ്ക്ക്. മൊത്തത്തിൽ എന്നെ സംബന്ധിച്ചൊരു, ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു കിഡിലൻ ഇമോഷണൽ ഡ്രാമ, കോർട്ട് റൂം ഡ്രാമ അനുഭവിച്ചറിയാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അഥവാ കാണാത്തവരാണെങ്കിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ പോയി കാണാനാണ് ഞാൻ പറയുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തു വെച്ചിരിക്കുന്നത് അത്തരത്തിൽ ഗംഭീരമായിട്ട് തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെയാണ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനകത്ത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.